രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി ഒറ്റ ദിവസത്തിന്റെ കാത്തിരിപ്പാണ്. വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ക്രമീകരണങ്ങളിൽ അത് വിശദമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. എക്സിറ്റ് പോളുകൾ ഇന്ത്യ മുന്നണി തള്ളിക്കളയുകയും ചെയ്യുന്നു. ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഈ വോട്ടെണ്ണൽ നമ്മളേറെ നാളെ കാത്തിരിക്കുന്ന ജനാധിപത്യത്തിന്റെ ഈ മഹോത്സവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും ഒടുവിലത്തെ ആ ക്ലൈമാക്സിൽ കൗണ്ടിംഗ് ഡേയിലേക്ക് എത്തുകയാണ് നമ്മൾ. രാവിലെ 6 മണി മുതൽ ന്യൂസ് 18ലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ആദ്യം വോട്ടെണ്ണലിന്റെ ക്രമീകരണങ്ങളൊക്കെ പൂർണ്ണമാണോ? അതിനെപ്പറ്റി ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് എക്സിറ്റ് പോളിലേക്ക് എത്താം. എൽദോ, തീർച്ചയായും. കാരണം 7 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടന്നു. അപ്പോൾ വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. ഇനി രാജ്യം എങ്ങനെ വോട്ട് ചെയ്തു എന്നാണ് അറിയേണ്ടത്. അതായത് 10 വർഷത്തെ NDA ഭരണത്തിന് ഒരു തുടർച്ചയുണ്ടാകുമോ അതോ അട്ടിമറി ഉണ്ടാകുമോ? ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമോ? ഇതാണ് ഇനി ബാക്കിയുള്ള ചോദ്യം. ഏതായാലും മുന്നണികളൊക്കെ തന്നെ വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം 400 മുകളിൽ സീറ്റെന്ന അവകാശവാദമാണ് BJP ഉന്നയിക്കുന്നതെങ്കിൽ 295 ഇന്ത്യ സഖ്യം പറയുന്നത്. എൽദോ സൂചിപ്പിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് കമ്മീഷൻ ഈ ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തിട്ടുണ്ട് കമ്മീഷൻ ആസ്ഥാനത്ത്. പക്ഷേ ഇപ്പോൾ ഈ അവസാന മണിക്കൂറുകളിൽ ഇന്ത്യ സഖ്യം ഒരു പരാതിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് പോസ്റ്റൽ വോട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണിത്തീർക്കണം എന്നൊരു ആവശ്യം ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് അറിയിച്ചിരുന്നു. പക്ഷേ കമ്മീഷൻ വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് അത് പ്രായോഗികമല്ല എന്നൊരു സൂചന കമ്മീഷൻ വൃത്തങ്ങൾ നൽകുന്നുണ്ട്. ഔദ്യോഗികമായ പ്രതികരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീർക്കണം, അതിനുശേഷം EVMലേക്ക് കടക്കണം. അതാണ് മുൻകാലങ്ങളിലൊക്കെ ചെയ്തു വന്നിരുന്ന രീതി. പക്ഷേ സമീപകാലത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഗൈഡ് ലൈൻ പാലിക്കണമെന്നൊരു ആവശ്യമാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ കമ്മീഷൻ വൃത്തങ്ങൾ അറിയിക്കുന്നത് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ തന്നെ എണ്ണും, പക്ഷേ ആദ്യ അരമണിക്കൂർ എണ്ണിയ ശേഷം EVMലേക്ക് കടക്കും. അതായത് 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും, 8:00 വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ കൂടി എണ്ണി തുടങ്ങും. അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തീരാൻ വേണ്ടി കാത്തിരിക്കില്ല, 8:00 തന്നെ EVM കൂടി എണ്ണി തുടങ്ങും. കാരണം പോസ്റ്റൽ വോട്ടുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തിന് ശേഷം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ രീതിയിൽ വർധനവ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോസ്റ്റൽ വോട്ടുകൾ മുഴുവൻ എണ്ണിത്തീർന്നതിന് ശേഷം വോട്ടെടുപ്പിലേക്ക് അല്ലെങ്കിൽ മെഷീനിലേക്ക് വോട്ടെണ്ണി തുടങ്ങാമെന്ന് പറഞ്ഞാൽ അത് ഈ റിസൾട്ട് അടക്കം വലിയ രീതിയിൽ വൈകാൻ ഇടയാക്കും. അതാണ് കമ്മീഷൻ വൃത്തങ്ങൾ മറുപടിയായി നൽകുന്നത്. ഔദ്യോഗികമായി കമ്മീഷൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് വാർത്താ സമ്മേളനമുണ്ട്, ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനമുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ സ്വാഭാവികമായി ഈ ചോദ്യം വരും. കമ്മീഷൻ അപ്പോൾ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യും. എൽദോ, രാകേഷ്, ഈ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ഇപ്പൊ എല്ലാവരുടെയും ആകാംക്ഷ എപ്പോഴത്തേക്ക് ഒരു സൂചനകൾ ആദ്യം വന്നു തുടങ്ങും എന്നുള്ളതാണ്. ഒരു ആദ്യ സൂചന ഒക്കെ ഏത് സമയമാകുമ്പോഴേക്കും എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? എൽദോ, ആദ്യ ഒരു അരമണിക്കൂറിനകം തന്നെ, അതായത് 8:20 തന്നെ ഈ ട്രെൻഡുകളൊക്കെ തന്നെ വരാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തും ഓരോ പോലെ ട്രെൻഡുകൾ ലഭിക്കുന്ന സജ്ജീകരണങ്ങൾ സ്വാഭാവികമായും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കമ്മീഷൻ ആസ്ഥാനത്ത് മുമ്പ് തന്നെ വലിയ സ്ക്രീനുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരം വെബ്സൈറ്റുകളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെ ട്രെൻഡുകൾ അറിയാനുള്ള സംവിധാനം ആദ്യ 20 മിനിറ്റിനുള്ളിൽ തന്നെ ട്രെൻഡുകൾ അറിയാനുള്ള സംവിധാനം കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ന്യൂസ് 18 നെറ്റ്വർക്ക് എന്ന നിലയിലും പ്രത്യേകിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ വാർത്താ ശൃംഖലയാണ് ന്യൂസ് 18നും അത്തരം സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നോയിഡയിൽ ഇലക്ഷൻ ഹബ്ബുണ്ട് ന്യൂസ് 18. അപ്പോൾ അവിടെയും വലിയ സജ്ജീകരണം ഈ ഇലക്ഷൻ കമ്മീഷന്റെ റിസൾട്ട് പോലെ തന്നെ ന്യൂസ് 18നും ഈ നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സജ്ജീകരണവും ഏതായാലും ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 8:20 തന്നെ ആദ്യ ട്രെൻഡുകൾ നമുക്ക് ലഭ്യമാകും. ഒരു 9-9:30 തന്നെ രാജ്യം എങ്ങോട്ട് എന്നൊരു കൃത്യമായ സൂചന നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. കാരണം
ആദ്യ 9:30 എന്ന് പറയുമ്പോൾ വോട്ട് എണ്ണിത്തുടങ്ങിയ ഏതാണ്ട് 1.5 മണിക്കൂർ പിന്നിടുമ്പോൾ തന്നെ രാജ്യം എങ്ങോട്ട്, അതിന്റെ ദിശ എങ്ങോട്ട് എന്ന് വ്യക്തമായ സൂചന ലഭിക്കുകയും ചെയ്യും. ഏതായാലും ഈ അവസാന മണിക്കൂറുകളിലും വലിയ പ്രതീക്ഷ മുന്നണികൾ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എക്സിറ്റ് പോളുകൾ വലിയ പ്രതീക്ഷയാണ് BJPക്ക് നൽകുന്നത്. BJP നേതാക്കൾ അത് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം അത് തള്ളിക്കളയുന്നു. മോദി പോൾ എന്ന വിമർശനം പോലും രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അവസാന നിമിഷത്തിലും വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യവും പുലർത്തുന്നത്. എൽദോ, ഉറപ്പായിട്ടും അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കണം. ഇയർ അഗസ്റ്റ് തുടരുക. മറ്റൊരു വാർത്ത കൂടി എടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനു മുമ്പ് സംസ്ഥാനത്ത് ഇത്തവണ 2020 എന്നാണ് UDF ആവർത്തിക്കുന്നത്. അതേസമയം 10 മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന് LDF കണക്ക് കൂട്ടുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJP ഏറ്റവും പ്രധാനമായും പ്രതീക്ഷ വയ്ക്കുന്നത്. എക്സിറ്റ് പോളുകൾ LDF-ഉം UDF-ഉം ഒരേപോലെ തള്ളുമ്പോൾ പ്രവചനങ്ങൾ ശരിവെക്കുകയാണ് BJP ക്യാമ്പ്. അവസാന നിമിഷവും ജയം ഉറപ്പാണെന്ന് ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കുകളിലാണ് മുന്നണികളുടെ ആശങ്ക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അതിന്റെ ഒരു വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ. അനീഷ്, ഗുഡ് മോർണിംഗ്. ആദ്യം അനീഷെ, വീട്ടിലെ കുട്ടികളൊക്കെ ഇന്ന് സ്കൂളിലേക്ക് പോവല്ലേ? അവിടെ നിന്ന് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തോ? അവിടെ രാവിലെ വിളിയൊക്കെ കഴിഞ്ഞു. രാവിലെ രണ്ടുപേരും സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്പസമയത്തിനുള്ളിൽ ഏതാണ്ട് 8:15 രണ്ടുപേരും സ്കൂളിലേക്ക് യാത്രയാവും. എന്തായാലും തിരക്ക് പിടിച്ച ദിവസങ്ങളിലേക്ക് വീട് നീങ്ങുന്നു എന്നതാണ് രസകരമായ കാര്യം. നമ്മൾ ഇവിടെ ഇലക്ഷൻ തിരക്കുകളിലാവുമ്പോൾ അവിടെ അവർ കുട്ടികളെ ഇനി സ്കൂളിൽ വിടുന്ന തിരക്ക്, പുലർച്ചെ എണീക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, അങ്ങനെയുള്ള വലിയ തിരക്കുകളിലേക്ക് നീങ്ങുന്നു. പക്ഷെ നമുക്ക് അവിടെ ഒന്നും നോക്കാൻ സമയമില്ലാത്ത വിധമുള്ള തിരക്കിലേക്ക് നീങ്ങുകയാണ്. കാരണം ലോകം കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന, രാജ്യം കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലേക്കാണ് നീങ്ങുന്നത്. ശരിക്കും ഇന്നും നാളെയുമൊക്കെ ഈ ആഘോഷത്തിൻ്റെ ഒരു ദിവസങ്ങളാണ്. അവസാന വട്ട കണക്കൂട്ടലുകൾ മുന്നണികൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു. ഒപ്പം ഈ എക്സിറ്റ് പോളിൻ്റെ ചെറിയുള്ള ചർച്ചകളാണ് ഈ പാർട്ടികളുടെയും മറ്റു സ്ഥാനാർത്ഥികളുടെയും ഒക്കെ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ കൊഴുക്കുന്നത്. എൽദോ, അതാണ് എന്താണ് നമുക്ക് ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ നിൽക്കാം. സ്കൂൾ കുട്ടികൾ പ്രവേശനോത്സവത്തിന്റെ ആ സന്തോഷത്തിൽ നിൽക്കട്ടെ. അനീഷ്, ഈ എക്സിറ്റ് പോളുകൾ അത് പലതരത്തിലാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF-ഉം LDF-ഉം ഒരേപോലെ എക്സിറ്റ് പോളിനെ തള്ളി എന്നുള്ളതാണ്. കേരളത്തിൽ UDF-ന് അനുകൂലമാണ് എക്സിറ്റ് പോൾ സർവേകളെങ്കിൽ പോലും ദേശീയ തലത്തിലുള്ള ഫലമാണ് UDF-നെ അത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ പോലും നമുക്ക് കണക്കുകൂട്ടലുകൾ, എക്സിറ്റ് പോളുകൾ എത്ര വിപുലമായിട്ടുള്ള സാമ്പിൾ എടുത്താലും അതാകണമെന്നില്ല ഏറ്റവും ഒടുവിലത്തെ ഫലം എന്ന് 2004 എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ പുലർത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിയും ഒക്കെ. എന്താണ് ഈ പൊതുവായി രാഷ്ട്രീയ ക്യാമ്പുകൾ നൽകുന്ന ഒരു പ്രതികരണം? പ്രത്യേകിച്ച് ഇനി മണിക്കൂറുകളാണല്ലോ ബാക്കി. സ്ഥാനാർത്ഥികളൊക്കെ ഇങ്ങനെ നെഞ്ചിടിപ്പോടുകൂടി നോക്കിയിരിക്കുകയായിരിക്കും ആ ഫലം അറിയാൻ. തീർച്ചയായും. കാരണം ഈ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് കേരളത്തിൽ മുൻതൂക്കം കൽപ്പിക്കുമ്പോഴും ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി, അല്ലെങ്കിൽ മോദിക്ക് തുടർഭരണം എന്ന രീതിയിലെ വിലയിരുത്തലുകൾ തന്നെയാണ് പല എക്സിറ്റ് പോളുകളിൽ പുറത്തു വരുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഒരു മേൽക്കൈ നൽകുമെങ്കിലും കേന്ദ്രമാണ് ശരിക്കും ഈ പാർലമെന്റിലെ, ലോക്സഭയിലെ പുതിയ കേന്ദ്ര സർക്കാർ ആവണം എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേരള ഘടകത്തിൽ ഉപരി രാജ്യ വിഭവങ്ങളാണ് ഇതിലേറ്റവും പ്രധാനമായി ഉപയോഗിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന് ഒരിക്കലും ഈ എക്സിറ്റ് പോളിനെ കൊള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യം. ഈ വലിയ മാർജിനിൽ വിജയിക്കുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥികൾ പോലും ഈ എക്സിറ്റ് പോള് വിശ്വാസയോഗ്യമല്ല എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്ന ഒരു അവസരം. BJPക്ക് സീറ്റുകൾ കേരളത്തിൽ ലഭിക്കുമെന്ന വിലയിരുത്തലുകൾ, ഇതൊന്നും ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ക്യാമ്പുള്ളത്. മറുവശത്ത് LDF ക്യാമ്പ് ഇപ്പോഴും ഏറ്റവും ഒടുവിലെ എക്സിറ്റ് പോളിലെ ഉദാഹരണമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം 2021 പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിലേറുമ്പോൾ ഈ പല മാധ്യമ സ്ഥാപനങ്ങളുടെയും പലരും മുന്നോട്ട് വെച്ച എക്സിറ്റ് പോളുകൾ എല്ലാം വെള്ളത്തിലാവുന്ന ഒരു സാഹചര്യമാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു തുടർഭരണം പിണറായി കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഈ ഉടുമ്പൻചോലയിൽ M.M. മണി അടക്കമുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ആണ് അന്നുണ്ടായിരുന്നത്. എന്തായാലും അതിനെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോഴും LDF പ്രതിരോധിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് എന്തായാലും എക്സിറ്റ് പോളിലെ വിജയം
ചൂണ്ടിക്കാട്ടി UDF-നും BJP-ക്കുമൊക്കെ ആശ്വസിക്കാം. പക്ഷേ യഥാർത്ഥ ജനവിധി തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് LDF പറയുന്നത്. എന്തായാലും ചില മണ്ഡലങ്ങളിലെങ്കിലും വലിയ പോരാട്ടം നടക്കുന്നു. LDF-ന് വിജയപ്രതീക്ഷയുണ്ടെന്നാണ് LDF പറയുന്നത്. പ്രത്യേകിച്ചും മാവേലിക്കരയും വടകരയും കണ്ണൂരുമൊക്കെ പോലെ പാലക്കാടും ആലത്തൂരുമൊക്കെ പോലെ പലയിടങ്ങളിലും വിജയിച്ചു നിൽക്കുന്നു എന്നാണ് LDF ക്യാമ്പ് അവകാശപ്പെടുന്നത്. മറുവശത്ത് UDF-ഉം ഇതേ രീതിയിൽ തന്നെ അവർ ആദ്യം മുതൽ പറയുന്നത് 2020 ആണ്. ഈ 2020 ലോകകപ്പിന്റെ കാലമൊക്കെയാണ്. അതുകൊണ്ട് 2020-ലാണ് തങ്ങളുടെ വിജയം. ഒരു സീറ്റ് പോലും ഇത്തവണ വിട്ടുകൊടുക്കില്ല. കഴിഞ്ഞ തവണ കനൽ ഒരു തരി പോലെ ആലപ്പുഴയിൽ നിന്നും ആരിഫ് ജയിച്ചിരുന്നു. ആ അക്കൗണ്ട് തങ്ങൾ ഇത്തവണ പൂട്ടിക്കാൻ പോകുന്നു. ആ അക്കൗണ്ടും ക്ലോസ് ചെയ്യുന്നു. BJP-ക്ക് ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കില്ല എന്നീ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ അവകാശവാദങ്ങൾക്ക് അപ്പുറം പല സ്ഥാനാർത്ഥികൾക്കും നെഞ്ചിടിപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഒരു വശത്ത് ഏകപക്ഷീയമായ വിജയം പ്രവചിക്കപ്പെടുമ്പോഴും ജനവിധി ഏത് തരത്തിലാവും, പെട്ടികളിൽ ഏത് രീതിയിലാണ് വോട്ടുകൾ വീണത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ചിത്രം മനസ്സിലാക്കാൻ കഴിയില്ല. പുറത്തുനിന്നുള്ള പ്രവചനങ്ങൾ അങ്ങനെ ആകുമ്പോഴും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ ഏത് വശത്തേക്ക് ഇത് തിരിയുമെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് പറയുന്നവർക്ക് പോലും ചങ്കിടിപ്പ് ഉണ്ട്. എൽദോ, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.